ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ക്വാളിറ്റേറ്റീവ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്നാണ്. അതല്ലെങ്കിൽ ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡലാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് മുൻപ് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 4th മൊഡ്യൂളിൻ്റെ 4.1 ആണ് ആ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വാളിറ്റേറ്റീവ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് അല്ലെങ്കിൽ ഡമ്മി വേരിയബിൾ റിഗ്രഷൻ ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൽ അനോവ, ആൻകോവ, ഡമ്മി വേരിയബിൾ ട്രാപ്പ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിഗ്രഷൻ റിസൾട്ട്, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, യെസ്. സോ നമ്മൾ പഠിച്ച മോഡലുകൾ, ഞാനൊരു സാമ്പിൾ മോഡൽ എഴുതുകയാണെങ്കിൽ yi is equal to beta 1 plus beta 2 xi plus ui. നമ്മൾ ഇത്രയും നേരം പഠിച്ച മോഡലുകളിൽ ഇതൊരു റിഗ്രഷൻ മോഡലാണ്, ഒരു 2 വേരിയബിൾ റിഗ്രഷൻ മോഡലാണ്. ഇത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിളുമാണ്. പക്ഷെ ഈ 2 വേരിയബിളും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് സപ്പോസ് ദിസ് ഇസ് ഡിമാൻഡ് ആൻഡ് ദിസ് ഇസ് പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സോ ദിസ് ഇസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ദിസ് ഇസ് പ്രൈസ്. സപ്പോസ് അങ്ങനെയാണെങ്കിൽ രണ്ട് വേരിയബിളും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. ടു ബി സ്പെസിഫിക്, ദർ റേഷ്യോ വേരിയബിൾസ്, റേഷ്യോ സ്കെയിൽ വേരിയബിൾസ്. റേഷ്യോ സ്കെയിൽ നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ റേഷ്യോ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, നോമിനൽ സ്കെയിൽ വേരിയബിൾസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ റേഷ്യോ സ്കെയിൽ വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും ടോപ്പിക്ക് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ 4th മൊഡ്യൂളിലേക്ക് കിടക്കുക. 4th മൊഡ്യൂൾ വരെ നമ്മളെല്ലാം പഠിച്ചത് റേഷ്യോ സ്കെയിൽ വേരിയബിൾസ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം, ഔട്ട്പുട്ട്, പ്രൈസസ്, കോസ്റ്റ്, ഇങ്ങനെയുള്ള വേരിയബിൾസുകളെല്ലാം ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷറബിൾ ആണ്. നമ്മൾ ആ വേരിയബിൾസിൻ്റെയൊക്കെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് റേഷ്യോ ഈസ് മീനിങ് ഫുൾ ടു അസ്. അതിൻ്റെ എല്ലാം റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ GDP-യുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ഇൻകത്തിൻ്റെ റേഷ്യോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ദോസ് റേഷ്യോസ് ആർ മീനിങ് ഫുൾ. നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, സപ്പോസ് ദിസ് ഈസ് എ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ക്വാളിറ്റേറ്റീവ് വേരിയബിൾ അല്ലെങ്കിൽ നോമിനൽ സ്കെയിൽ വേരിയബിൾ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സെക്സ്, മെയിൽ ഫീമെയിൽ, അതല്ലെങ്കിൽ റേസ്, അതല്ലെങ്കിൽ കാസ്റ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള എത്തിനിസിറ്റി, ഇങ്ങനെ പല രീതിയിലുള്ള ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ വേരിയബിൾസിനെ നമ്മൾ എക്സ്പ്ലനേറ്ററി സൈഡിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഏത് നോമിനൽ സ്കെയിൽ വേരിയബിൾസിനെ നമ്മൾ എക്സ്പ്ലനേറ്ററി സൈഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, then those regression has a definite characteristics. അത്തരത്തിലുള്ള റിഗ്രഷൻ അനാലിസിസ് പോസിബിൾ ആണ്. അതായത് റേഷ്യോ സ്കെയിൽ മാത്രമല്ല, നമുക്ക് നോമിനൽ സ്കെയിൽ വേരിയബിൾസും നമുക്ക് റിഗ്രഷൻ അനാലിസിസിനൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഈ നോമിനൽ സ്കെയിൽ വേരിയബിൾസിനെ മറ്റു പേരുകൾ വിളിക്കുന്ന പേരുകൾ നമുക്ക് ഇൻഡിക്കേറ്റർ വേരിയബിൾസ്, കാറ്റഗോറിക്കൽ വേരിയബിൾസ്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്, അല്ലെങ്കിൽ ഡമ്മി വേരിയബിൾസ്. നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡമ്മി എന്നുള്ള ഒരു ഡമ്മി വേരിയബിൾ റിഗ്രഷനിലാണ് നമ്മൾ പഠിക്കാനായിട്ട്. ഇവിടെ നോക്കുക, ഡമ്മി വേരിയബിൾ റിഗ്രഷൻ. ഇതെല്ലാം ഒരു അർത്ഥം തന്നെയാണുള്ളത്. അപ്പം നമുക്ക് ഈ ഡമ്മി വേരിയബിളിന്റെ പ്രത്യേകത നമ്മൾ നോക്കാം. അപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ജെൻഡർ ആണ് എടുക്കുന്നതെങ്കിൽ, സെക്സ് ആണ് എടുക്കുന്നതെങ്കിൽ, സെക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. സെക്സിന് 2 കാറ്റഗറി ഉണ്ട്. സോ ഞാനിവിടെ സെക്സ് എന്നുള്ളൊരു വേരിയബിൾ ആണ് എടുക്കുന്നതെങ്കിൽ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് സെക്സ് എടുക്കുകയാണെങ്കിൽ, അതിന് 2 കാറ്റഗറിയാണുള്ളത്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മെയിൽ ആണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് ജനറലി പറയുകയാണ്, ഞാൻ ട്രാൻസ്ജെൻഡർ എടുത്തിട്ടില്ല. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. സോ സപ്പോസ് നമ്മൾ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഈ ഇടക്കാണ് അങ്ങനത്തെ ഒരു കാറ്റഗറിക്ക്, ബട്ട് ഐ ആം സ്കിപ്പിംഗ് ദാറ്റ് ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ്. സോ സെക്സ് എന്ന് പറയുമ്പോൾ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് എടുത്തിരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. പക്ഷെ വേരിയബിൾ ഒന്നാണ്, ഒരു വേരിയബിൾ ആണുള്ളത്. വേരിയബിൾ എന്ന് പറയുന്നത് സെക്സ് എന്നാണ് വേരിയബിൾ, അതിന് കാറ്റഗറി ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത്?
നമുക്ക് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എസ്റ്റിമേഷൻ ആൻഡ് ഓൾ അബൌട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്ലുവൻസ്. സോ ക്വാണ്ടിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഡമ്മി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൽ ആണെങ്കിൽ നമുക്ക് അതിന് ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം. സപ്പോസ് നമ്മൾ ഇതിന് 1 എന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, മെയിലിന് നമ്മൾ 1 എന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഫീമെയിലിന് നമ്മൾ 0 എന്ന വാല്യൂ കൊടുക്കും. സോ നമ്മുടെ ഡാറ്റയിൽ നമ്മൾ എവിടെയെല്ലാം മെയിലായിട്ട് വരുന്നു, ആ മെയിൽ എന്ന് വരുന്ന സമയത്തെല്ലാം നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എവിടെയാണോ ഫീമെയിൽ ആയിട്ട് വരുന്നത് ആ സമയത്തെല്ലാം ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ നമ്മൾ വാല്യൂസ് കൊടുക്കാൻ നേരത്ത് എങ്ങനെയാണ് നമുക്ക് ഒരു റിഗ്രഷൻ അനാലിസിസ് നടത്താനായിട്ട് പറ്റുക? ഇതാണ് ഡമ്മി വേരിയബിളിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ തരുന്നത്. ദെൻ നമ്മൾ അടുത്ത ഫസ്റ്റ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത് ഡമ്മി വേരിയബിൾ റിഗ്രഷൻ അനാലിസിസിൽ നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അനോവ മോഡൽസ് ആണ്. സോ ഫസ്റ്റ് ഈസ് അനോവ മോഡൽ. ഇത്രയും നിങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞത്? സർ ഒന്നുകൂടി പറയോ? ഇൻട്രൊഡക്ഷൻ മനസ്സിലായില്ല? ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് ക്ലിയർ ആവാതിരുന്നത്? 1ഉം 0ന്റെയും കാര്യം പറഞ്ഞില്ലേ? ഓക്കെ, ശരി. നമ്മൾ അത് ഇതിലേക്ക് വരുമ്പോഴും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയും. അനോവയിലേക്ക് വരുമ്പോൾ, കാരണം നമ്മൾ എക്സാമ്പിൾ സഹിതമാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഞാനൊന്നും കൂടി പറയാം. ഓക്കെ, ഇവിടെ ഇത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇത് വേജ് ആണെന്ന് വിചാരിക്കാം. വൈ എന്ന് പറയുന്നത്, ഞാൻ വേറെ എക്സാമ്പിൾ ആണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. ഇത് വേജ് ആണെന്ന് വിചാരിക്കാം. വേജ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് β1 പ്ലസ് β2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഇത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഞാൻ അതിനെ എക്സ് ഐ എന്ന് വിളിക്കുകയാണ്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ തന്നെയാണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടില്ല. പ്ലസ് ഞാൻ ഒരു വേരിയബിൾ കൂടി ആഡ് ചെയ്യണം, β3 എന്ന് പറയുന്നത് സെക്സ്. ഇവിടെ x2i എന്ന് പറയുന്നത് സെക്സ് ആണ് വിചാരിക്കാം, പ്ലസ് ui. നോക്കുക, ഇത് ഞാൻ ഒരു 2 വേരിയബിൾ ആണെങ്കിൽ ഇത് 3 വേരിയബിൾ ആണ്. ഇവിടെ വേജ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, റിഗ്രസന്റ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് രണ്ടിലും. റിഗ്രസന്റ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അത് മെഷറബിൾ ആണ്, റേഷ്യോ ആണ്, റേഷ്യോ സ്കെയിൽ വേരിയബിൾ ആണ്. ഇത് റേഷ്യോ സ്കെയിൽ വേരിയബിൾ ആണ്. എന്താണ്? വേജ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് β1 പ്ലസ് β2 xi. xi എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അത് നമുക്ക് ക്വാണ്ടിഫൈബിൾ ആണ്. 5 വർഷം എക്സ്പീരിയൻസ്, 10 വർഷം എക്സ്പീരിയൻസ്. സോ ദാറ്റ് ഈസ് ക്വാണ്ടിഫൈബിൾ. ദെൻ x2 എന്താണ്? x2 എന്ന് പറയുന്നത് സെക്സ് ആണ്. അപ്പൊ നമുക്ക് x2ന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഡി. നമ്മൾ ഡമ്മി വേരിയബിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എക്സ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കാം ഡി എന്നുള്ള വാക്കാണ്. അപ്പൊ ഞാൻ ഡി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കും. സോ β3 ഡി ആയി. അപ്പൊ ഡി എന്ന് പറയുന്നത് ഡമ്മീനെ സൂചിപ്പിക്കുന്നതാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ക്വാണ്ടിഫൈബിൾ ആണ്, ഇത് ഡമ്മിയാണ്. അതായത് വേജ് ജെൻഡറാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടോ, അതായത് പുരുഷന്മാർക്ക് കൂടുതൽ വേജ് കിട്ടുന്നുണ്ടോ. നമ്മൾ അങ്ങനെ ഒരു എക്കണോമിക് തിയറി ഉണ്ടല്ലോ, അതായത് പുരുഷന്മാർക്ക് കൂടുതൽ വേജ് കിട്ടുന്നു, അതായത് വിമൻ ഇൻഇക്വാളിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ജെൻഡർ ഇൻഇക്വാളിറ്റി അവിടെ ഉണ്ടോ, അതായത് അങ്ങനെ അത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഡിക്ക് പകരം ഡമ്മിക്ക് പകരം നമ്മൾ എന്താ ഉപയോഗിക്കാം? ഇവിടെ ഇത് മെയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരിക? നമുക്ക് വേജിന്റെ ഡാറ്റ കളക്ട് ചെയ്യണം. ഓക്കെ, സപ്പോസ് 20 പേരുണ്ടെന്ന് വിചാരിക്കുക. 20 പേരിൽ നമുക്ക് വേജിന്റെ ഡാറ്റ കളക്ട് ചെയ്യണം, നമുക്ക് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അവരുടെ കളക്ട് ചെയ്യണം. അതേപോലെ നമ്മൾ എന്താ അടുത്ത് ഉപയോഗിക്കുന്നത്? ഡമ്മി. ഇതായിരിക്കും നമ്മുടെ ഡാറ്റ. ഇപ്പോൾ വേജ് സപ്പോസ് 100 ആണെന്ന് വിചാരിക്കാം. 100 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒരു വർഷം എന്ന് വിചാരിക്കാം, വേണ്ട 3 വർഷം എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ഡമ്മി എന്ന് പറയുന്നത് ഫീമെയിൽ ആണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത വേജ് എന്ന് പറയുന്നത് 300 ആണെന്ന് വിചാരിക്കാം വേജ്. ഇങ്ങനെ ഞാൻ അടുത്ത ആളുടെ ചോദിക്കുകയാണ്, അയാളുടെ വേജ് എന്താണ്, വീക്ക്ലി വേജ് എന്താണ്, അല്ലെങ്കിൽ ഡെയിലി വേജ് എന്താണ്, അയാളുടെ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ 5.
ഇനി അയാൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അയാൾ പുരുഷനാണെങ്കിൽ 1. ഇങ്ങനെ നമ്മൾ n നമ്പർ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുന്നു. സപ്പോസ് ഇതിങ്ങനെ കളക്ട് ചെയ്ത് സപ്പോസ് ഞാൻ ഇവിടെ ഒരാളുടെ അടുത്ത് ചോദിക്കുന്നു, അയാളുടെ ഇൻകം എന്ന് പറയുന്നത് സപ്പോസ് 500 ആണ്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 6 years ആണ്, സ്ത്രീ ആണെങ്കിൽ 0. അപ്പൊ ഞാൻ വേരിയബിൾ എങ്ങനെ വാല്യൂസ് കൊടുത്തത് എങ്ങനെയാണ്? ഞാൻ ഇതിന് വാല്യൂസ് കൊടുത്ത രീതി മനസ്സിലായല്ലോ. ഞാൻ ഓരോരുത്തരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ സ്റ്റഡി അവേഴ്സും നിങ്ങളുടെ ജെൻഡറും നിങ്ങളുടെ മാർക്കിന് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നോക്കാൻ ആണെങ്കിൽ ഞാൻ വന്ന് ഓരോരുത്തരുടെ അടുത്ത് ചോദ്യം ചോദിക്കും. നിങ്ങളുടെ മാർക്ക് എത്ര, നിങ്ങളുടെ സ്റ്റഡി അവർ എത്ര? 3 ചോദ്യങ്ങൾ എനിക്ക് മതി. ജെൻഡർ എന്താണ് ചോദിക്കേണ്ട കാര്യമില്ല, എനിക്ക് നേരെ ജെൻഡർ അറിയാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ എൻ്റെ റെഫറൻസ് ഞാൻ മെയിലിന് 1 ആയിട്ടും ഫീമെയിലിന് 0 ആയിട്ടും കൊടുക്കാം. നേരെ തിരിച്ചും എനിക്ക് കൊടുക്കാം. അതെന്റെ ഇഷ്ടമാണോ? മെയിൽ കാറ്റഗറിക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഫീമെയിൽ കാറ്റഗറിക്ക് ഏത് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ നമ്മളൊരു വാല്യൂ നമ്മൾ ഒരു ബൈനറി വാല്യൂ ആണ് നമ്മൾ കൊടുക്കുക. ഇത് ഡൈക്കോട്ടമസ് ആണ്, അല്ലെങ്കിൽ ബൈനറി ആണ്, അതല്ലെങ്കിൽ 1 or 0 എന്നാണ് നമ്മുടെ ട്രഡീഷൻ ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് 2 കൂടുതൽ കാറ്റഗറീസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നമുക്കതിനെ ഡമ്മി വേരിയബിൾസ് ചിലപ്പോൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു റെഫറൻസ് വേരിയബിൾ ആയിട്ട് ഒരു റെഫറൻസ് ഡമ്മി ഉണ്ടാവും. നമ്മൾ അതാണ് അനോവയിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിഗ്രഷൻ ചെയ്യാനായിട്ട് പോകുന്നത് അനോവ മോഡലാണ്. നമുക്ക് 2 മോഡൽസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് അനോവയും 2 ആൻകോവയുമാണ്. അനോവ മോഡലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും, ഇപ്പൊ ഞാൻ ഈ എഴുതിയിരിക്കുന്ന മോഡൽ ഉണ്ടല്ലോ, അതായത് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ആൻകോവ മോഡലാണ്. അനോവ മോഡൽ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ എക്സ്പ്ലനേറ്ററി വേരിയബിൾസും ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക. അനോവ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. എന്താണ് അനോവയുടെ പ്രത്യേകത എന്ന് നോക്കാം. അനോവ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചേക്കാം. എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എല്ലാം തന്നെ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ, നോമിനൽ സ്കെയിൽ വേരിയബിൾസ് ആണെങ്കിൽ, then that model is അനോവ മോഡൽ. ആൻകോവ മോഡൽ എന്ന് പറയുന്നത് if there is an admixture of quantitative and qualitative variables in the side of explanatory variables, then it is ANCOVA model. So this is ANCOVA model. നമ്മൾ അതിലേക്ക് വരും കേട്ടോ, ഞാൻ അതിലേക്ക് വരാം. ഈ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നതാണ്. അനാലിസിസ് ഓഫ് കോവേരിയൻസ് എന്നാണ് ANCOVA മോഡൽ എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് കോവേരിയൻസ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അനോവയിൽ എന്താണ് പറഞ്ഞത് വ്യത്യാസം? ഹലോ, എക്സ്പ്ലനേറ്ററി വേരിയബിൾസിന്റെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2 എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആണുള്ളത്. ആ 2 എക്സ്പ്ലനേറ്ററി വേരിയബിൾസും ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ then it is ANOVA മോഡൽ. ഇവിടെ ഒരെണ്ണം ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഒരെണ്ണം ക്വാളിറ്റേറ്റീവ് ആണ്. അങ്ങനെ ഒരു മിക്സ്ചർ ആണെങ്കിൽ അത് ആൻകോവ മോഡൽ ആവും. മനസ്സിലായോ? ദിസ് ഈസ് ആൻകോവ മോഡൽ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഞാനൊരു എക്സാമ്പിളിലൂടെ അടുത്തൊരു എക്സാമ്പിളിലൂടെയാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. സപ്പോസ് ഞാൻ ഗുജറാത്തിയിലെ എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ സാലറിയാണ് നമ്മുടെ റിഗ്രസന്റ്. റിഗ്രസന്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് റിഗ്രസന്റ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ സാലറിയാണ് റിഗ്രസന്റ്. സോ ഞാനത് YI എന്ന് വിളിക്കുകയാണ്. YI ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ് YI. സോ Y ഈസ് ഇക്വൽ ടു സാലറി ഓഫ് എ പബ്ലിക് സ്കൂൾ ടീച്ചർ ഇൻ എ സ്റ്റേറ്റ്, ഇൻ എ കൺട്രി. നമ്മൾ രാജ്യത്തിന് മുഴുവൻ എടുക്കുകയെന്ന് വിചാരിച്ചു. ദെൻ ഞാനിവിടെ എൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്
that means primary school teacher salary depends on the geographical region. അതിന്റെ ജോഗ്രഫിക്കൽ റീജിയനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഞാൻ മൂന്ന്, അപ്പോൾ എൻ്റെ ഡിപ്പെൻഡന്റ് വേരിയബിൾ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന്റെ സാലറിയാണ് വൈ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിൽ വേരിയബിൾ ആണ്. എന്താണ്? ജോഗ്രഫിയാണ്, എൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് എന്തായിട്ട് എടുക്കുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, അതൊരു നോമിനൽ സ്കെയിൽ ആണ്. ജെൻഡർ പോലെ തന്നെ, സെക്സ് പോലെ തന്നെ ഒരു നോമിനൽ സ്കെയിൽ വേരിയബിൾ ആണ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഞാനിവിടെ 3 കാറ്റഗറി ആയിട്ട് ഇതിനെ മാറ്റുകയാണ്. ജോഗ്രഫിക്കൽ ലൊക്കേഷനെ 3 കാറ്റഗറി. ഇതാണ് നമ്മുടെ നോമിനൽ സ്കെയിൽ വേരിയബിൾ, ഇതാണ് വേരിയബിൾ. ഇതിന് ഞാൻ 3 സ്കെയിലാക്കി മാറ്റുകയാണ്. ഒന്ന്, one is northeast and north central. Northeast and north central. ഒരു ഏരിയ ഞാനത് എഴുതാം. നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് സെൻട്രൽ ഒന്നാമത്തെ ലൊക്കേഷൻ. വടക്ക് കിഴക്ക്, വടക്ക് സെൻട്രൽ ആയിട്ടുള്ള ഒരു ഏരിയ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. രണ്ടാമത്തത് സൗത്ത്, മൂന്നാമത്തത് വെസ്റ്റ്, പടിഞ്ഞാറ്, തെക്ക്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഞാൻ തിരിക്കുകയാണ്. എന്താ? ഒരു വേരിയബിളിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഇവിടെ ഞാൻ സെക്സിനെ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത്. മറിച്ച് ഞാനിവിടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ മോഡൽ എഴുതുമ്പോൾ ഇനി β1 ഇന്റർസെപ്റ്റ് ആണ്, പ്ലസ് β2. ഇപ്പോൾ 3 കാറ്റഗറി ഉണ്ട്. പക്ഷെ ഇത് എഴുതുമ്പോൾ ഞാൻ 2 കാറ്റഗറി മാത്രമേ കാണിക്കുള്ളൂ. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് D2i എന്നുള്ള ഒരു ഡമ്മി ഉപയോഗിക്കുകയാണ്. ഞാനത് എന്താണെന്ന് പറയാം. ഞാൻ ആദ്യം മോഡൽ എഴുതട്ടെ. പ്ലസ് β3 D3i പ്ലസ് UI. ഇനി y എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. y എന്ന് പറയുന്നത് എന്താണ്? സാലറി ഓഫ് എ പബ്ലിക് സ്കൂൾ ടീച്ചർ ഇൻ ദ സ്റ്റേറ്റ്. ഇതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആ ടീച്ചർ എവിടെയാണ്, ഏത് ലൊക്കേഷനിലാണ് ഉള്ളതെന്ന് തന്നെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നാണ്. ഇതാണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. അതിൽ എന്താണ് D2 എന്ന് ഇത് അനോവ മോഡലാണ്. എന്തുകൊണ്ട് ഇത് അനോവ മോഡലായി? ഈ മോഡൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 വേരിയബിൾ, 2 ഇൻഡിപെൻഡന്റ് വേരിയബിളും നോമിനൽ സ്കെയിൽ വേരിയബിൾ ആണ്. അതുകൊണ്ട് ഇത് അനോവ മോഡലാണ്. അപ്പോൾ YI ഞാൻ എഴുതുന്നില്ല. YI എന്ന് പറയുന്നത് സാലറി ഓഫ് എ പബ്ലിക് സ്കൂൾ ടീച്ചർ ഇൻ ദ സ്റ്റേറ്റ്. D2 എന്ന് പറയുന്നത് എന്താ നോക്കാം. ഡമ്മി വേരിയബിൾ 2. ഈ 2 എന്ന് വിളിക്കാൻ കാരണം ഞാനിവിടെ β2 എന്ന് ഇട്ടുകൊണ്ടാണ് ഇതിനെ 2 എന്ന് വിളിച്ചത് കേട്ടോ. സോ D2 എന്ന് പറയുന്നത്, സപ്പോസ് D2 ഈസ് ഈക്വൽ ടു 1. ഞാൻ അതിന് ഒരു 1 എന്ന വാല്യൂ കൊടുക്കും. ഇഫ് the teacher is located in northeast and north central. ആ ടീച്ചർ ഏത് സ്റ്റേറ്റിലാണ്? നോർത്ത് ഈസ്റ്റ്, നോർത്ത് സെൻട്രൽ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ആൻഡ് നോർത്ത് സെൻട്രലിലാണ് ആ ടീച്ചർ ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്കൂൾ ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള ആണെങ്കിൽ നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുക്കും. അതല്ല എങ്കിൽ, അവിടെ അല്ല എങ്കിൽ അതർവൈസ് 0 ഇഫ് അതർവൈസ്. ഈ 2 സ്ഥലത്തല്ല എങ്കിൽ, നോർത്ത് ഈസ്റ്റ് അല്ല, നോർത്ത് സെൻട്രൽ അല്ല എങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കുകയാണല്ലോ, ക്വസ്റ്റനെയറിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ്, നോർത്ത് സെൻട്രൽ ആണെങ്കിൽ നമ്മൾ 1 കൊടുക്കും, അതല്ലെങ്കിൽ 0 കൊടുക്കും. അതാണ് D2. D3 എന്ന് പറയുന്നത് അതിന് 1 കൊടുക്കും ഇഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൗത്ത് ആണെങ്കിൽ. നമ്മൾ 3 കാറ്റഗറി വേരിയബിൾ ആണ് ഉപയോഗിച്ചത്. തെക്കാണെങ്കിൽ 1 കൊടുക്കും, 0 അതർവൈസ്. അപ്പൊ ഇവിടെ അതർവൈസ് ആണ് 0 എന്ന് പറയുന്നത്, അല്ലാത്ത പക്ഷം. അപ്പോൾ ഇതില് 3 കാറ്റഗറിയാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ കാറ്റഗറി?
വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു. വെസ്റ്റ്. ഈ വെസ്റ്റിനെ ഞാൻ ഈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെസ്റ്റ് എവിടെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഇവിടെ സീറോ അതർവൈസ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് വെസ്റ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെസ്റ്റിനെ ഈ മോഡലിൽ, ഇപ്പൊ നോർത്ത് ഈസ്റ്റും നോർത്ത് സെൻട്രലും അല്ല സൗത്തും അല്ല എങ്കിൽ പിന്നെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ആകെ 3 കാറ്റഗറി ഉള്ളൂ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഒന്ന് നോർത്ത് ഈസ്റ്റ്, നോർത്ത് സെൻട്രൽ, പിന്നെ സൗത്ത്, പിന്നെ വെസ്റ്റ്. അപ്പൊ ഇതും സീറോയും ഇതിന് രണ്ടിനും ഞാൻ 1 1 വെച്ച് വാല്യൂസ് അസൈൻ ചെയ്തു. പിന്നെ ബാക്കി ഉള്ള അതർവൈസ് എന്ന് പറയുന്ന കാര്യമാണ് വെസ്റ്റ്. അതുകൊണ്ടാണ് അതിനെ മോഡലിൽ ഇവിടെ സീറോ വരുന്നത്, ഇവിടെ സീറോ വെച്ചിട്ടാണ് അതറിനെ ഇവിടെ മെഷർ ചെയ്യുന്നത്. രണ്ടിലും സീറോ വെച്ചിട്ട് അതറിനെ മെഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അത് കാണിക്കുകയാണെങ്കിൽ, നമ്മൾ സെപ്പറേറ്റ് വെസ്റ്റിന് ഒരു ഡമ്മി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡമ്മി വേരിയബിൾ ട്രാപ്പ് എന്ന് പറയുന്ന, നമുക്കത് പഠിക്കാനുണ്ട്. ഡമ്മി വേരിയബിൾ ട്രാപ്പിലേക്ക് നമ്മൾ പോകും. അതായത് ദിസ് വിൽ ബി ദ ഡമ്മി വേരിയബിൾ ട്രാപ്പ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ ഇത്രയും ഒന്നുകൂടി ഞാനൊന്ന്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ എന്താണ് അനോവ എന്ന് പറയുന്നത്? അനോവയുടെ പ്രത്യേകത എന്താണ്? എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ എല്ലാ എക്സ്പ്ലനേറ്ററി വേരിയബിൾസും ക്വാളിറ്റേറ്റീവ് ആണോ എങ്കിൽ അതിന്റെ അകത്ത് ഒരെണ്ണമെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് കയറി വന്ന് അത് എന്തായി മാറും? അൻകോവ ആയിട്ട് മാറും. അനാലിസിസ് ഓഫ് കോവേരിയൻസ് മോഡലായിട്ട് മാറും. ഇനി ഇവിടെ ഒന്നും കൂടി ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഏതാണ് നമ്മുടെ ഇവിടെ ആക്ച്വലി 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പ്രൈമറി സ്കൂൾ ടീച്ചർ, 2 ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇവിടെ ഞാൻ സെക്സ് പറഞ്ഞ പോലെ ഇവിടെ 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണ്, നോമിനൽ സ്കെയിൽ വേരിയബിൾ ആണ്, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. പക്ഷേ ഇതിന് 3 കാറ്റഗറി ഉണ്ട്. ഇതിന് ഞാൻ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഒന്നാമത്തെ കാറ്റഗറി എന്താണ്? നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് സെൻട്രൽ ഒരു കാറ്റഗറി. നോർത്ത് ഈസ്റ്റിലുള്ള, നോർത്ത് സെൻട്രലിലുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർ, അവരുടെ സാലറി. രണ്ടാമത്തത് സൗത്ത്, മൂന്നാമത്തത് വെസ്റ്റ്. അതിനുശേഷം ഞാനിവിടെ ഈ മോഡൽ നോക്കുക. ഈ മോഡൽ ഞാൻ എഴുതിയപ്പോൾ 3 കാറ്റഗറി ഉണ്ടെങ്കിലും ഞാൻ 2 ഡമ്മി ഉപയോഗിച്ചുള്ളൂ. സോ ഇഫ് ദർ ആർ m number of categories, how many dummies we should use? m minus 1 dummy we should use. If there are m number of categories for a nominal scale variable, ഇവിടെ നോക്കുക, m എന്ന് പറയുന്നത് നമ്മുടെ കേസിലാണെങ്കിൽ m is equal to 3. Then how many dummy variables we should use? 3 minus 1, 2 dummy variables we should use. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഡമ്മി വേരിയബിൾ ട്രാപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ അനോവ മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ D2 ഇത് y എന്തിനെ കാണിക്കുന്നു? y എന്താണ് കാണിക്കുന്നത്? ക്വാളിറ്റേറ്റീവ്. y ഡിപെൻഡന്റ് വേരിയബിൾ. എന്താണ് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ? ടീച്ചർ. യെസ്, സാലറി ഓഫ് എ പ്രൈമറി സ്കൂൾ ടീച്ചർ. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ സാലറി. എന്താണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ? ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. അതിന് എത്ര കാറ്റഗറി ഉണ്ട്? 3 എണ്ണം. നമ്മൾ എത്ര ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്തു? 2 ഡമ്മി. അപ്പോൾ m നമ്പർ ഓഫ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ m-1 നമ്പർ ഓഫ് ഡമ്മീസ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് വരാം. ഇനി ഞാൻ ആദ്യത്തെ ഡമ്മിയുടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആദ്യത്തെ ഡമ്മി എന്ന് പറയുന്നത് ഞാൻ അതിന് എന്ത് വാല്യൂസ് ആണ് കൊടുക്കുക? 1 അല്ലെങ്കിൽ 0 ഡമ്മീസിന് കൊടുക്കുന്ന വാല്യൂ. 1 കൊടുക്കുന്നപ്പോഴാണ് ആ ടീച്ചർ നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രൽ ഏരിയ ആണെങ്കിൽ ഞാൻ 1 കൊടുത്തു. 0 കൊടുക്കുന്നപ്പോഴാണ് അതല്ല എങ്കിൽ. അപ്പൊ എനിക്ക് ഇവിടെ വരുന്ന ഡാറ്റയിൽ എങ്ങനെയായിരിക്കും? അപ്പൊ D2 എന്ന് പറയുന്നത് 0 1 0 1 എന്നുള്ള വാല്യൂസ് ആയിരിക്കും വരിക. ഓക്കെ, ഈ 1 വരുന്നത് എവിടെയായിരിക്കും? നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രൽ ഏരിയ ആണെങ്കിൽ മാത്രം 1 വരുള്ളൂ. ബാക്കിയുള്ള എല്ലാം 0 ആയിരിക്കും വരിക ഇവിടെ D2.
ഓക്കെ, അപ്പൊ ഇതില്ല കേട്ടോ, x2 ഇല്ല. അടുത്ത D3 ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും വരിക? D3 ആണെങ്കിൽ സൗത്തിലുള്ള ഏരിയയിലുള്ള ടീച്ചർ ആണെങ്കിൽ നമ്മൾ അവിടെ 1 കൊടുക്കും, ബാക്കിയുള്ള എല്ലാ ഏരിയയ്ക്കും നമ്മൾ 0 കൊടുക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി സെൻട്രൽ നോർത്ത് ഈസ്റ്റിനൊക്കെ 1 വന്നിട്ടുണ്ടാവും, നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രലിലേക്ക് ഇവിടെ 1 വന്നിട്ടുണ്ടാവും, സൗത്തിനും 1 വന്നിട്ടുണ്ടാവും. പിന്നെ 0 വരുന്നത് ആർക്കാണ്? വെസ്റ്റിന്. അതുകൊണ്ട് 0 നമ്മൾ ഓൾറെഡി ഇവിടെ ഈ രണ്ടെണ്ണത്തിൽ കാൽക്കുലേറ്റ് പറയുന്നത് കൊണ്ട് നമ്മൾ ഇതിന് റെഫറൻസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് വിളിക്കുന്ന പേര് റെഫറൻസ് അല്ലെങ്കിൽ ബേസ്, അങ്ങനെയുള്ള പേരുകളാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. റെഫറൻസ്, ബേസ്, അങ്ങനെ പിന്നെ നമ്മൾ ബെഞ്ച് മാർക്ക്, കൺട്രോൾ, ഒമിറ്റഡ് കാറ്റഗറി, ഇങ്ങനെയുള്ള പല പേരുകൾ നമ്മൾ ഇതിനെ ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കും. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇതിന്റെ വാല്യൂ വരുന്നത് ഇവിടെയായിരിക്കും, ഈ വെസ്റ്റിന്റെ വാല്യൂ വരുന്നത് ഇത് വെച്ചിട്ട്, ഇതിനെ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഞാനത് എക്സാമ്പിൾ മുന്നേ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളൂടെ ഞാൻ കാണിച്ചു. ഇനി ഇത്രയും ക്ലിയർ ആണല്ലോ. ഞാൻ അതിന്റെ ഈ എക്സാമ്പിൾ ആണ് ഇവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ. ഇതൊന്ന് നോക്കി. ഇത് നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 40 ആണ്, 40 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ ഇത്. ഞാൻ ഇൻഡിക്കേറ്റർ ഹൈലൈറ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. സാലറി, പബ്ലിക് സ്കൂൾ ടീച്ചറിന്റെ സാലറിയാണ് ഈ കാണുന്നത്. താഴത്തോട്ട് നമ്മൾ ചോദിച്ച് എഴുതുന്നു. ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. സ്പെൻഡിങ് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നില്ല. ഇത് സ്പെൻഡിങ് വരികയാണെങ്കിൽ ഇത് ആൻകോവ മോഡലായിട്ട് മാറും. അപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളിൽ നമ്മൾ D2 D3 മാത്രം എടുക്കുന്നുള്ളൂ. ക്ലിയർ, മനസ്സിലായോ? 3 വേരിയബിളും 3 കാര്യങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ. D2 എന്താണ്? ഈ ടീച്ചേഴ്സ് എല്ലാം എവിടെയുള്ളവരാണ്? ഈ 1 ഇവിടം വരെ കാണിച്ചിരിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം എവിടെയുള്ളവരാണ്? ഈ ടീച്ചർ, ഈ 22,644 വരെയുള്ള ടീച്ചർ എവിടെ? നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രൽ. ഇതിന് ഓർഡർ ഒന്നും ആവണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബാക്കിയുള്ള എല്ലാം 0 ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? D3 എല്ലാം 0 ആണ്. കാരണം അതർവൈസ് ഇവിടം വരെയുള്ള എല്ലാ ടീച്ചർമാരും നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രൽ ആണ്. പിന്നെ ഇവിടെ നോക്കാം, പിന്നെ ഇത് 0 ആയി. പിന്നെ ഇതാണ് 1. ഇവിടെ തുടങ്ങി ഈ ഒരു ഏരിയ വരെ, അതായത് 25,160 വരെയുള്ള ടീച്ചർ, ഈ ഇവിടം തുടങ്ങിയിട്ട് ഈ ടീച്ചർ തുടങ്ങിയിട്ട് ഇവിടം വരെയുള്ള ടീച്ചർ എവിടെയാണ്, ഏത് ലൊക്കേഷനാണ് താമസിക്കുന്നത്? സൗത്തിലാണ് താമസിക്കുന്നത്. ഇനി ഇവിടം തുടങ്ങിയിട്ട് താഴത്തോട്ട് എല്ലാ ടീച്ചേഴ്സിന്റെ നോക്കുക, രണ്ടിനും 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരെവിടെയാണ് താമസിക്കുന്നത്? വെസ്റ്റിലാണ് താമസിക്കുന്നത്. വെരി ഗുഡ്. ഇനി നമുക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, ഇതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ. നോക്കാം. Y എന്ന് പറയുന്നത് സാലറി ഓഫ് പബ്ലിക് സ്കൂൾ ടീച്ചർ. D2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്, ആ ടീച്ചറിന്റെ സ്റ്റേറ്റ് നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രൽ ആണെങ്കിൽ, അതർവൈസ്. D3 എന്ന് പറയുന്നത് ആ ടീച്ചറിന്റെ സ്റ്റേറ്റ് സൗത്തിലാണെങ്കിൽ, ഓർ 0 എന്ന് പറയുന്നത് അതർവൈസ്, എവിടെ വേണമെങ്കിലും ആവാം. രണ്ടും 0 എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് വെസ്റ്റിലാണ്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഒരു റിസൾട്ട് നോക്കിയാണ്. ഇതാണ് അതിന്റെ കിട്ടിയിരിക്കുന്ന റിസൾട്ട്. ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇത് നോക്കാം. ഇതെന്ന് പറയുന്നത് β1 ആണ്. നമ്മളിപ്പോൾ ഈ മോഡൽ ഏരിയയിൽ β1 ആണ് ഈ കാണുന്നത്. β1 ഇന്റർസെപ്റ്റ്. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇത് β1. ഇത് D2ന്റെ സ്ലോപ്പാണ്, അല്ലേ? ഇതാണ് β2, ഇതാണ് സ്ലോപ്പ്. ഇത് D3യുടെ സ്ലോപ്പാണ് β3. ഇതാണ് β3യുടെ സ്ലോപ്പ്. മനസ്സിലായോ? ഈ ഇക്വേഷനിൽ ഇത് ഇന്റർസെപ്റ്റ് ആണ്, ഇത് സ്ലോപ്പാണ്, ഇത് D3യുടെ സ്ലോപ്പാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് മനസ്സിലാക്കാനായിട്ട്
ഈ സാലറി എന്ന് പറയുന്നത്, എസ്റ്റിമേറ്റഡ് സാലറി എന്ന് പറയുന്നത്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് നോക്കാം, ഇതെല്ലാം ഡാറ്റ കളക്ട് ചെയ്യുക, ഇതെല്ലാം അവരുടെ സാലറികളായിരുന്നു. എസ്റ്റിമേറ്റഡ് സാലറി നമ്മൾ റിഗ്രഷൻ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വെസ്റ്റിലെ ടീച്ചേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് $26,158 ആയിരിക്കും. ഇതാണ് വെസ്റ്റിന്റെ. β2 ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ റെഫറൻസ് ആയിട്ട് എടുത്ത നമ്മുടെ ഡമ്മി, നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത് വെസ്റ്റാണ്, വെസ്റ്റിനാണ് നമ്മൾ 0 കൊടുത്തത്. മറ്റേത് നമ്മൾ അതിൽ നിന്നുള്ള വേരിയേഷൻ ആണ് നമ്മൾ നോക്കുക. അപ്പോൾ β1 എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാം റെഫറൻസ് ആയിട്ട്, അതിനായിരിക്കും നമ്മൾ 0 കൊടുക്കുന്നത്. നമ്മൾ ഏതിനാണോ 0 അസൈൻ ചെയ്യുന്നത് അതാണ് നമ്മുടെ റെഫറൻസ് വേരിയബിൾ, റെഫറൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വെസ്റ്റിനാണ് നമ്മൾ രണ്ടിനും 0 കൊടുത്തത്. ഈ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വെസ്റ്റിനാണ് നമ്മൾ 0 കൊടുത്തിരിക്കുന്നത്. മറ്റേ നമ്മൾ നോർത്ത് ഈസ്റ്റ് സെൻട്രലിലാണെങ്കിലും നമ്മൾ 1 കൊടുക്കുന്നുണ്ട്, സൗത്ത് ആണെങ്കിലും 1 കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടിനും നമ്മൾ 0 കൊടുക്കുന്നത്, അതായത് ഈ രണ്ട് ഏരിയയിലും അല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 0 ആണ്. അതാണ് നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത്, റെഫറൻസ് കാറ്റഗറി. റെഫറൻസ് കാറ്റഗറിയിലുള്ളവരുടെ സാലറി ആയിരിക്കും ഈ കാണിക്കുന്ന ഇന്റർസെപ്റ്റിന്റെ അർത്ഥം. അപ്പൊ ഇതെന്താണ്, ഈ സ്ലോപ്പുകൾ എന്താണ് കാണിക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ചേഞ്ച് ആണ് വൈയിൽ ഉണ്ടാവുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ β2 β3 ഉപയോഗിച്ചിരുന്നത്. ഓർമ്മയുണ്ടല്ലോ, എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്താൽ ബൈ ഹൗ മച്ച് ഇറ്റ് എഫക്ട്സ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ലോപ്പ് കോഎഫിഷ്യൻസ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇവിടെ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഇവിടെ ഈ β2 റെപ്രസെന്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സാലറിയിൽ നിന്ന് ദിസ് മച്ച് മൈനസ് ആയിരിക്കും നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രലിലെ സാലറി. അപ്പൊ ഇതിൽ നിന്നുള്ള ഡിഫറൻഷ്യൽ ആയിരിക്കും ഇവിടുത്തെ സാലറി കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 26,158 മൈനസ്, ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം, 26,158.62. ഇതിൽ നിന്ന് ഇത് പ്ലസ് ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രലിലെ സാലറി എന്നാണ് അർത്ഥം. മറിച്ച് മൈനസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ 1734.473 മൈനസ് ആണെന്നുള്ളതാണ് അർത്ഥം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 24,424 നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രലിലെ സാലറി. അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ സാലറി, പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ സാലറി. ഇനി ഇവിടെയാണെങ്കിലും, അപ്പൊ സൗത്തിലെ ആണെങ്കിലും ഇതിൽ നിന്ന് this much difference, this much minus will be the salary of teacher in a southern state. മനസ്സിലായോ നിങ്ങൾക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ? ഹലോ, ഹലോ, സാർ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ അത്? ഇതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇതൊന്ന് നോക്കി. നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ബുക്ക് ഉണ്ടല്ലോ. പക്ഷെ ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിലിട്ട് ചെയ്യണം. റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്തിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ റൺ ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മൾ സാധാരണ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ OLS മെത്തേഡ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ടേബിൾ എന്ന് പറയുന്നത്, ഇതിന്റെ ഡാറ്റ എന്ന് പറയുന്നത് 9.1. ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പബ്ലിക് സ്കൂൾ ടീച്ചറിന്റെ. ഇത് നോക്കാം, സാലറി,
ഇതാണ് നമ്മുടെ ഡാറ്റ. ഇതാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ട ഡാറ്റ എന്ന് പറയുന്നത്. 19,583 10. നമ്മൾ അത് മാത്രം എടുക്കുന്നുള്ളൂ. സ്പെൻഡിങ് 19,583. സ്പെൻഡിങ് നമ്മൾ എടുക്കുന്നില്ല. 10. സ്പെൻഡിങ് എടുത്തു കഴിഞ്ഞാൽ ആൻകോവ മോഡലായി മാറും. ഓക്കെ, ഞാൻ റൺ ചെയ്യാണ്. മോഡൽ എടുത്തു, OLS മെത്തേഡ് എടുത്തു, സാലറി ഡിപ്പെൻഡന്റ് വേരിയബിൾ ആക്കി, D1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ, D2 കാറ്റഗറി, അടുത്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾ. 26,158 കോൺസ്റ്റന്റ്. ഇതായിരിക്കും റെഫറൻസ് ഗ്രൂപ്പിന്റെ സാലറി എന്ന് പറയുന്നത്. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, റെഫറൻസ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിളിൽ വെസ്റ്റ് ആണ്. അതിൽ നിന്നുള്ള ഡിഫറൻസ് ആണ് D1 എന്ന് പറയുന്നത്. ഇത് പ്ലസ് ആണെങ്കിൽ അതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രലിലെ സാലറി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മൈനസ് ആണ്. അതിന്റെ അർത്ഥം 1,734 രൂപ കുറവായിരിക്കും, അല്ലെങ്കിൽ ഡോളർ കുറവായിരിക്കും, ഇതിനേക്കാൾ കുറവായിരിക്കും നമ്മുടെ നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രലിലെ സാലറി എന്ന് പറയുന്നത്. D2 കാണിക്കുന്നത് $3,264 കുറവായിരിക്കും, ഇതിനേക്കാൾ ഈ β1 കുറവായിരിക്കും സൗത്തിലെ ഒരു പബ്ലിക് സ്കൂൾ ടീച്ചറിന്റെ സാലറി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഡമ്മി വേരിയബിൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു കാര്യം നോക്കാം. നമ്മളിവിടെ ഇതിൽ നമ്മൾ എറർ ടൈം ഉപയോഗിച്ചില്ല എങ്കിൽ yi എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് yi given d2i is equal to d2i 1 d3i 0 കൊടുക്കുകയാണ്. ഈ ഒരു മോഡലിൽ ഇതാണ് നമ്മുടെ മോഡൽ. ഞാനൊന്ന് വായിച്ചോട്ടെ. ഓക്കെ, ഈ മോഡലിൽ ഇത് നോക്കുക. ഇതൊരു സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ എഴുതിയിരിക്കുകയാണ് മോഡൽ. UI നമ്മൾ എഴുതിയിട്ടുണ്ട്. yi ക്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ്, നമ്മൾ പോപ്പുലേഷനിലാണെങ്കിൽ എഴുതുന്നതെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് yi given suppose d2i is equal to 0. d2i 0. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രൽ അല്ല. D3i എന്ന് പറയുന്നത് 1 ആണ്, സൗത്തിലാണ് ആള്. ആ പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൗത്തിലാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇത് β1 ഉണ്ട്. β1 വ്യത്യാസമില്ല. β1 നമുക്ക് U ഉപയോഗിക്കേണ്ട പിന്നെ, കാരണം എക്സ്പെക്ടഡ് വാല്യൂവിലാണ് എഴുതുന്നത്, അല്ലെങ്കിൽ yi ക്യാപ്പിലാണ് എഴുതുന്നതെങ്കിൽ പിന്നെ നമുക്ക് U ഫോം വേണ്ട, UI വേണ്ട, എറർ നമ്മൾ എഴുതാൻ പാടില്ല. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള yi എഴുതുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സ്റ്റോക്കാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ സപ്പോസ് D2 0, ഈ D2 0 ആയി കഴിഞ്ഞാൽ ഈ ഏരിയ മുഴുവൻ എന്തായി മാറും? ഇത് 0 ആണെങ്കിൽ സപ്പോസ് D2 is 0, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? +0 ആയിട്ട് മാറും. പ്ലസ് ഇവിടെ D3 എന്ന് പറയുന്നത് 1 ആണ്, അപ്പൊ എന്തായിട്ട് വരും? നമുക്ക് ഇവിടെ β3 ആയിട്ട് വരും. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് β1 പ്ലസ് β3 ആണ് expected value of y if that teacher is located in south. ഇനി ഈ ഇന്റർപ്രിട്ടേഷൻ ഇത് മനസ്സിലായല്ലോ. അതായത് ആ ടീച്ചർ സൗത്തിലാണെങ്കിൽ എന്തായിരിക്കും ആ ടീച്ചറിന്റെ മീൻ സാലറി? ഇതാണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y എന്ന് പറയുന്നത്, മീൻ സാലറി ആണല്ലോ. അതെന്തായിരിക്കും? അത് ഇന്റർസെപ്റ്റിന്റെ കൂടെ ആ കോഎഫിഷ്യന്റും കൂടി കൂട്ടിയാൽ മതി. നമ്മുടെ എക്സാമ്പിളിൽ ആ കോഎഫിഷ്യന്റ് എന്താണ്? നെഗറ്റീവ് ആണ്. നമ്മുടെ എക്സാമ്പിൾ നോക്കി, ഇതാണ് നമ്മുടെ, ഇപ്പൊ നമ്മൾ D3ക്ക് 1 കൊടുത്തു അല്ലെ, അപ്പൊ D3 സൗത്തിലാണ് ആ ടീച്ചർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ β1 പ്ലസ് β3 എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്ന് ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് പ്ലസ് ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇതിനേക്കാൾ 3264 കുറവായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതാണ് മീൻ സാലറി ഓഫ് ഏത്
സൗത്തിലെ ടീച്ചർ ലൊക്കേറ്റഡ് ഇൻ സദേൺ സ്റ്റേറ്റ്. മനസ്സിലായല്ലോ അത് ആ ഇന്റർപ്രിട്ടേഷൻ. അടുത്തത്, സപ്പോസ് expected value of yi given d2i is equal to 1. d2i 1 ആണെന്ന് വിചാരിക്കാം. അതായത് നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രലാണ് ആ ടീച്ചർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സൗത്ത് 0 ആണ്, സൗത്തിലല്ല. റെഫറൻസ് നമ്മളിവിടെ കാണിച്ചിട്ടില്ല. റെഫറൻസ് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. വെസ്റ്റിലും അല്ല. വെസ്റ്റ് രണ്ടിനും 0 ആണെങ്കിലാണ് വെസ്റ്റ് വരുന്നത്. അത് ഇംപ്ലിസിറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ മീനിങ് ഉണ്ട്. ഇനി ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തായിരിക്കും നമ്മുടെ കേസിൽ. യു ഇല്ല, ഇത് എക്സ്പെക്ടഡ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് യു എഴുതേണ്ട കാര്യമില്ല, എറർ എഴുതണ്ട. β1 അവിടെയുണ്ട്, പ്ലസ് ഇത് 1 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 into β2 എന്ന് പറയുന്നത് β2. ഇവിടെ എന്തായിരിക്കും കിട്ടുക? ഇവിടെ 0 ആണ്. സോ β3 multiplied by 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് yi, അതായത് മീൻ സാലറി ഓഫ് എ പബ്ലിക് സ്കൂൾ ടീച്ചർ ഇഫ് ഷീസ് ഓർ ഹി ഈസ് ലൊക്കേറ്റഡ് ഇൻ നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് സെൻട്രൽ ഈസ് ഇക്വൽ ടു β1 plus β2. അതായത് β1 എന്ന് പറയുന്നത് അതിന്റെ കൂടെ d2ന്റെ കോഎഫിഷ്യന്റ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു കുറവായിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. കൂട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രലിന്റെ മീൻ സാലറി ഓഫ് പബ്ലിക് സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ്, ഞാൻ ഇതും കൂടി ഒന്ന് വായിക്കാനേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് yi, നമ്മൾ പറഞ്ഞു നമ്മുടെ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ഗ്രൂപ്പായി, വെസ്റ്റ് ആയി. yi ഗിവൺ ആ ടീച്ചർ എവിടെയല്ല, നോർത്ത് ഈസ്റ്റിലും അല്ല. നോർത്ത് ഈസ്റ്റ് നോർത്ത് സെൻട്രൽ ആണെങ്കിൽ നമ്മൾ അതിന് 0 കൊടുക്കും, അല്ല എങ്കിൽ നമ്മൾ 0 കൊടുക്കും. പിന്നെ എന്താ, സൗത്തിലും അല്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് എവിടെയുണ്ടെന്ന്, ആ ടീച്ചറിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വെസ്റ്റിലാണെന്നാണ് അതിന്റെ അർത്ഥം. ഈ രണ്ടും 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ ടീച്ചർ പിന്നെ അടുത്ത മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള വെസ്റ്റിലാണ് ആ ടീച്ചറിന്റെ ലൊക്കേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ടീച്ചറിന്റെ വെസ്റ്റിലുള്ള ഒരു ടീച്ചറിന്റെ മീൻ സാലറി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നോക്കാം. ഇതും 0 ആണ്, ഇതും 0 ആണ്. എക്സ്പെക്ടഡ് ഫോമിൽ ആയതുകൊണ്ട് നമുക്ക് എറർ ടൈം എഴുതേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും അവസാനം? β1. ഇതാണ് മീൻ സാലറി എന്ന് പറയുന്നത്. ആരുടെ? വെസ്റ്റിലുള്ള ടീച്ചറിന്റെ മീൻ സാലറി എന്ന് പറയുന്നത് β1 മാത്രം. അതാണ് ഞാനിവിടെ ആ ഇന്റർപ്രിട്ടേഷനിൽ കാണിച്ചത്. ഇതാണ് വെസ്റ്റിലുള്ള ടീച്ചറിന്റെ സാലറി എന്ന് പറയുന്നത്, മീൻ സാലറി. ഇതിൽ നിന്ന് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഈസ്റ്റിലുള്ള ടീച്ചറിന്റെ മീൻ സാലറി കിട്ടും. മറിച്ച് ഇതിന്റെ കൂടെ നമ്മൾ ഇതാണ് കൂട്ടുന്നതെങ്കിൽ സൗത്തിലുള്ള ടീച്ചറിന്റെ മീൻ സാലറി കിട്ടും. അപ്പൊ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയാണ് പോകുന്നത്. ഇനി ഡമ്മി വേരിയബിൾ ട്രാപ്പും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഞാൻ ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാണ്. ഡമ്മി വേരിയബിൾ ട്രാപ്പും ആൻകോവയും ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അനോവയും ആൻകോവയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അനോവയിൽ എല്ലാ എക്സ്പ്ലനേറ്ററി വേരിയബിളും ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. ആൻകോവയിൽ ഒരു മിക്സ്ചർ ആയിരിക്കും, ക്വാളിറ്റേറ്റീവിന്റെയും ക്വാണ്ടിറ്റേറ്റീവിന്റെയും ഒരു മിക്സ്ചർ ആയിരിക്കും നമുക്ക് ആൻകോവ മോഡലിൽ ഉണ്ടാവുക. ഇനി നമ്മൾ ഡമ്മി ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ നോമിനൽ സ്കെയിൽ വേരിയബിളിന് എത്ര കാറ്റഗറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ആ കാറ്റഗറി അനുസരിച്ച് ആ കാറ്റഗറിയുടെ എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കുറവായിരിക്കണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡമ്മിയുടെ എണ്ണം. എം കാറ്റഗറി ഉണ്ടെങ്കിൽ m-1 ആയിരിക്കണം ദ നമ്പർ ഓഫ് ഡമ്മീസ്. ഒരെണ്ണം എന്ന് പറയുന്നത് റെഫറൻസ് ഡമ്മി ആയിരിക്കും, അതിന്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഇപ്പൊ ഇതാണ് കാറ്റഗറി എന്ന് വിചാരിക്കും. ഇപ്പൊ സെക്സ് ആണ് നമ്മുടെ നോമിനൽ സ്കെയിൽ വേരിയബിൾ. അതിന് എത്ര കാറ്റഗറി ഉണ്ട്? 2 കാറ്റഗറി ഉണ്ട്. നമ്മൾ എത്ര ഡമ്മി ഉപയോഗിക്കണം അപ്പൊ മോഡൽ എഴുതുമ്പോഴും? ഇതാണ് മോഡൽ എങ്കിൽ
ഞാനിവിടെ ഈ എക്സ് ഐ മായ്ച്ചു കളഞ്ഞിട്ട് എനിക്കിവിടെ എന്ത് എഴുതാം, ഇവിടെ ഡമ്മി എഴുതാം. കാരണം ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പൊ ഞാൻ ഏതാണോ എന്റെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, 1 എടുക്കാം, അതല്ലെങ്കിൽ എനിക്ക് ഫീമെയിലിന് വേണമെങ്കിൽ 1 കൊടുക്കാം, മെയിലിന് 0 കൊടുക്കാം. അപ്പൊ എന്റെ ബീറ്റ 1ന്റെ വാല്യൂ അതനുസരിച്ചായിരിക്കും വരുന്നത്. ബീറ്റ 1 ഏതാണോ എന്റെ റെഫറൻസ് ഗ്രൂപ്പ്, അതായത് റെഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഒമിറ്റഡ് കാറ്റഗറി അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് കാറ്റഗറി എന്നെല്ലാം പറയുന്നതാണ് റെഫറൻസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇത് നോക്കുക, ഇവിടെ ഉണ്ട് ബേസ്, ബെഞ്ച് മാർക്ക്, കൺട്രോൾ, കമ്പാരിസൺ, റെഫറൻസ്, ഒമിറ്റഡ് കാറ്റഗറി, ഇങ്ങനെയുള്ള എല്ലാം പേര് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പിനാണ് എടുക്കുന്നത്. ഏതാണോ നമ്മൾ ഉൾപ്പെടുത്താത്തത് ആ ഡമ്മിയാണ്, ആ മോഡൽ ഉൾപ്പെടുത്താത്ത ഡമ്മിയാണ്. ആ ഡമ്മീനെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ വാല്യൂ എപ്പോഴും ബീറ്റ 1 ആയിരിക്കും. അതേസമയം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡമ്മിയുടെ കോഎഫിഷ്യന്റ് നമ്മൾ വിളിക്കുന്നത് ഡിഫറൻഷ്യൽ ഇന്റർസെപ്റ്റ് എന്നാണ്. കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റിൽ നിന്നുള്ള ഡിഫറൻസ് ആയിരിക്കും ആ കാറ്റഗറീനെ കാണിക്കുന്നത്. ആ കാറ്റഗറിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ ഡിഫറൻസ്, ഇന്റർസെപ്റ്റിൽ നിന്നുള്ള ഡിഫറൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ഡിഫറൻഷ്യൽ ഇന്റർസെപ്റ്റ് കാറ്റഗറി കോഎഫിഷ്യൻ ആണ്. അപ്പോൾ ബീറ്റ 2, ബീറ്റ 3 ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്ന പേര് ഡിഫറൻഷ്യൽ ഇന്റർസെപ്റ്റ് കോഎഫിഷ്യൻസ് എന്നാണ്. ഇത് ബേസ് കാറ്റഗറിയുടെ വാല്യൂ ആണ് കാണിക്കുന്നത്. ഇതാണ് അനോവ മോഡൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡമ്മി വേരിയബിൾ ട്രാപ്പ് എന്ന് എന്താന്ന് നോക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഈ മൂന്നാമത്തെ കാറ്റഗറിയുടെ ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനെയാണ് നമ്മൾ ഡമ്മി വേരിയബിൾ കാറ്റഗറി. M-1 പകരം നമ്മൾ M കാറ്റഗറി തന്നെ ഈ മോഡലിലേക്ക് ഉൾപ്പെടുത്തിയാൽ what error it will bring out, or it will end up with, that will be the dummy variable trap. ഇതിന്റെ നോട്ട്സ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അയച്ചു തരാം.